പരിശുദ്ധ ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട്? 114 സൂറത്തുണ്ട് അല്ലേ? അപ്പൊ സൂറത്തുകളുടെ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ 10-60 വയസ്സിന് മേളുള്ളവരാകുമ്പോൾ എന്ത് വരത്തില്ല, എല്ലാം കൂടെ ഓർമ്മയെ തങ്ങത്തില്ല. അപ്പൊ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തെ സൂറത്തുൽ ബഖറ, അൽ ബഖറ. മൂന്നാമത്തെ ആലി ഇമ്രാൻ. മൂന്നാമത്തത് നാലാമത്തെ അൻ-നിസാ. അഞ്ചാമത്തത് അൽ മാഇദ, സൂറത്തുൽ മാഇദ. ആറാമത്തത് സൂറത്തുൽ അൻആം. ആറാമത്തത് സൂറത്തുൽ അൻആം. ഏഴാമത്തത് സൂറത്തുൽ അഅറാഫ്. എട്ടാമത്തത് സൂറത്തുൽ അൻഫാൽ. ഒമ്പതാമത്തത് സൂറത്തുൽ തൗബ. പത്താമത്തത് സൂറത്തുൽ യൂനുസ് അല്ലേ? അപ്പൊ ആദ്യത്തെ അഞ്ചൊന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തത് ഫാത്തിഹ, സൂറത്തുൽ ബഖറ, സൂറത്ത് ആലി ഇമ്രാൻ, സൂറത്തുൽ നിസാ, സൂറത്തുൽ മാഇദ. ആദ്യം 5 വീതം പഠിച്ചു നോക്ക്. ഈ 5ന് പ്രത്യേകതയുണ്ട്. എന്താണ്? പരിശുദ്ധ ഖുർആൻ എടുക്കുമ്പോൾ 5ന്റെ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. എന്തിനാണ് ഓർക്കുന്നതെന്ന് അറിയാം? സൂറത്തുൽ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയത് എവിടെ വെച്ചാ? മക്കയുടെ സമീപമുള്ള ഹിറാ ഗുഹ. ഇപ്പൊ അതിന്റെ പേര് ജബലിന്നൂർ എന്നാ അതിന്റെ പേര്. ആ മലയുടെ പേരെന്താ? ജബലിൻ. ആ ഹിറാ ഗുഹയിൽ വെച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങുന്ന ആദ്യത്തെ 5 ആയത്താണ്. ആദ്യത്തെ. അപ്പൊ 5-നൊരു പ്രത്യേകത ഇല്ലയോ? ഇല്ലേ? അപ്പം 5-നെ കുറിച്ച് നമുക്ക് ഇസ്ലാം കാര്യത്തിലുണ്ട് 5 അല്ലേ? അപ്പൊ 5-നെ കുറിച്ച് നമ്മൾ ഒരുപാട് പറയാനുണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് ആദ്യമായി ഇറങ്ങിയ 5 ആയത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് 5 ആയത്ത് വീതം പഠിച്ചാൽ പെട്ടെന്ന് അവരുടെ മനസ്സിൽ പതിയെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വീതം പഠിക്കുക. അപ്പൊ 5-ന് പ്രത്യേകതയുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്താണ്? സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറ, സൂറത്തുൽ ആലി ഇമ്രാൻ, സൂറത്തുൽ നിസാ, സൂറത്തുൽ മാഇദ. അപ്പൊ സൂറത്തുകളുടെ പേര് പേജിന്റെ ഏറ്റവും മുകളിൽ നോക്കിയാൽ കാണും. ജുസുഇന്റെ പേര് കാണും. ജുസ് എന്ന് പറഞ്ഞാൽ ഭാഗങ്ങൾ എന്നാ. ഇവിടെ നമുക്ക് സൂറത്തുകളുടെ പേരാണ് നമ്മൾ. ഒന്നാമത്തെ അൽ ഫാത്തിഹ, അൽ ബഖറ, ആലി ഇമ്രാൻ, അൻ-നിസാ, അൽ മാഇദ, അൽ മാഇദ. അപ്പൊ പേരൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മളെ സൂറത്തുകൾ പഠിക്കുന്ന സൂറത്തിന്റെ പേരറിഞ്ഞിരിക്കേ. പരിശുദ്ധ ഖുർആനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഓരോ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ഓരോ പേജുകൾ അറിഞ്ഞിരിക്കണം, ഓരോ വരികൾ അറിഞ്ഞിരിക്കണം അല്ലേ? ഓരോ അക്ഷരങ്ങളും അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പൊ 5 സൂറത്തുകളുടെ പേര് നമ്മൾ പഠിച്ചു. ഫാത്തിഹ,